നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു നാടൻ ചിക്കൻ കറിയാണേ. അതിനാദ്യം വേണ്ടുന്നത് കുറച്ച് സവാള, ചെറിയ ഉള്ളി. ഈ സവാളയും ചെറിയ ഉള്ളിയും വേണം. ചെറിയ ഉള്ളി മാത്രമാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്, പക്ഷേ നമുക്കത് എപ്പോഴും ബുദ്ധിമുട്ടല്ലേ. അപ്പം പകുതി ചെറിയ ഉള്ളി ബാക്കി സവാളയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. ഞാൻ അരിഞ്ഞെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ ഒരു തേങ്ങാക്കൊത്ത് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി തൊലി ചെത്തിക്കളഞ്ഞ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ചതച്ചതും ഇത്ര എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ ഞാൻ കഴുകുമ്പോൾ അതിനകത്ത് ഇത്തിരി വിനാഗിരി ഇട്ട് കഴുകും. ഒരു 7-8 പ്രാവശ്യം കഴുകണം. നല്ല വൃത്തിക്ക് കഴുകി പിന്നെ വിനാഗിരി ഒഴിച്ച് ഫൈനൽ കഴുകാൻ ചൊല്ലല്ലോ. ആ ചിക്കൻ്റെ ഒരു ബ്ലഡിൻ്റെ ഒന്നും ഒരു സ്മെല്ലും ഉണ്ടാകത്തില്ല. നമുക്കൊരു പ്രശ്നം ഉണ്ടാകും. ചില ചിക്കൻ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ കടകളിൽ നിന്നൊക്കെ ഒരു വല്ലാത്ത സ്മെല്ല് തോന്നും. അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് അങ്ങനെയാണ്. എന്നിട്ട് അതിനകത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇത്രയും സാധനം, ഉപ്പും ഇടുക. ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ട് പുരട്ടി വെക്കുക. ഒരര മണിക്കൂർ അങ്ങനെ പുരട്ടി വെക്കണം. ഓക്കെ. അപ്പം മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ശകലം കുരുമുളക് പൊടി ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പിടിച്ചിട്ട് വെക്കുക. അരമണിക്കൂർ വെച്ചതിന് ശേഷം ഒരു പാൻ എടുക്കുക. ഒരു വലിയ പാൻ എടുത്തിട്ട് ചിക്കൻ വറുക്കാനും മാത്രമുള്ള എണ്ണയല്ല, കുറച്ച് എണ്ണ ഒഴിക്കുക. കുറച്ച് എണ്ണയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുങ്ങിക്കിടക്കുന്ന പരുവല്ല, അല്ലാത്ത കുറച്ച് എണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ട് ഇതിനെല്ലാം പച്ച വെളിച്ചെണ്ണ വേണേ. ഓയിൽ വെച്ച് ഞാനൊന്നും വെക്കാറില്ല, ഞാൻ വാങ്ങിക്കാറുമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാ ഭക്ഷണവും നമ്മൾ വെളിച്ചെണ്ണയിൽ വെക്കുന്നത് തന്നെയാണ് ടേസ്റ്റ്. എന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ പുരട്ടി വെച്ചതിന് ശേഷം ഒരു പാൻ എടുക്കുക. പാൻ ചൂടാകുമ്പോഴത്തേക്ക് ഇത് പെറുക്കി അങ്ങോട്ട് ഇടുക. അപ്പം നമ്മൾ ഈ ചിക്കൻ ഫ്രൈക്ക് കിട്ടുന്ന പോലെയല്ല കിട്ടുന്ന, വേറൊരു പരുവമാണ്. പക്ഷേ ഇത് ഈ അരമണിക്കൂർ ഇരുന്നിട്ട് നമ്മൾ ഈ പാനിലിട്ട്, ഞാൻ പാനിലിട്ടേക്കാണ്, അത് ഒരു 5 മിനിറ്റ് വരുമ്പോഴത്തേക്ക് തിരിച്ചിടണം. അപ്പോഴത്തേക്ക് ചിലപ്പോൾ ഈ അരപ്പൊക്കെ ഈ പാനെ പിടിക്കും, പക്ഷെ കരിയത്തില്ല, വേറൊരു പരുവത്തിലായിരിക്കും. എന്നാൽ കൂടുതൽ എണ്ണയിട്ട് കുടിക്കത്തുമില്ല. എന്നാൽ ഈ ചിക്കൻ വെന്ത് കിട്ടുകയും ചെയ്യും. അതാണ് അതിൻ്റെ പരുവം. അപ്പം നമ്മളിപ്പുറത്ത് എന്ത് ചെയ്യും, നമ്മുടെ ഉള്ളിയെല്ലാം അങ്ങോട്ട് വഴറ്റും. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് ഒക്കെ കൂടെ നമ്മൾ നല്ല വൃത്തിക്ക് വഴറ്റും. ഇവിടെ നമ്മുടെ ചിക്കൻ ഇപ്പുറത്ത് അടുപ്പയിൽ വേവുന്നുണ്ട്. നല്ല രീതിയിൽ ആ എണ്ണ കിടന്നിങ്ങനെ കുതച്ച് ഇങ്ങനെ തിളച്ച് വീഴുന്നുണ്ട്. ഇപ്പം തന്നെ ഈ മസാല എല്ലാം അതിൽ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇപ്പുറത്തെ ചട്ടിയിൽ നമ്മുടെ ഉള്ളി വഴറ്റുന്നുണ്ട്. നമ്മുടെ നാടൻ കോഴിയൊക്കെ ഉണ്ട്, ഇങ്ങനെ ചെയ്താൽ വേറൊരു ടേസ്റ്റാണ് കേട്ടോ. ഈ ചിക്കൻ പൗഡർ നിങ്ങളിപ്പോൾ ഇടരുതേ. ചിക്കൻ പൗഡർ സത്യം പറഞ്ഞാൽ നമുക്ക് ആവശ്യമില്ല. ചിക്കൻ പൊടി ഇടുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. അതില്ലാതെ ഉപയോഗിച്ച് നോക്കും. അപ്പോൾ എന്തേ ചട്ടി ചൂടായി അതിനകത്ത് ഉള്ളി ഇട്ടു. കടുക്, ചിക്കൻ കറിക്ക് ഞാൻ കടുക് ഉപയോഗിക്കാറില്ല, ഉപയോഗിക്കരുതെന്നാണ് എൻ്റെ അറിവ്. കൂടുതലായിട്ടൊന്നും പറഞ്ഞു തരാൻ അറിയില്ല. എന്നിട്ട് ഈ ഉള്ളിയെല്ലാം അങ്ങോട്ട് വഴറ്റുക. നല്ല രീതിയിൽ ഇത്തിരി ഉപ്പ് കൂടി ഇട്ടിട്ട് വഴറ്റണം. അപ്പം നമ്മൾ ചിക്കൻ ഒരു ശകലം ഉപ്പിട്ടിട്ടുണ്ട്, ഇപ്പോൾ ഉള്ളിക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിടിച്ചേ ഇടാവുള്ളേ, നമ്മൾ 2 വട്ടം ഇടുന്നുണ്ട്, വാരി ഇടരുത്. അപ്പോൾ നമ്മൾ ഈ ഉള്ളിയെല്ലാം നല്ല രീതിയിൽ വഴണ്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ സെയിം പൊടികൾ ആദ്യം ഇട്ടിരിക്കുന്നത് ഒരുപാട് ഇട്ടിട്ടില്ലല്ലോ, അതുപോലെ തന്നെ ഉപ്പിട്ട് ഈ ഉള്ളിയൊക്കെ കൂടെ വഴണ്ട് കഴിയുമ്പം, ഉള്ളി വഴണ്ട് പകുതി ആകുമ്പോഴേ തക്കാളി ഇടാവുള്ളൂ കേട്ടോ. എന്നിട്ട് വഴണ്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ അതിനകത്ത് ലേശം മുളക് പൊടി എന്നല്ല, ആവശ്യത്തിനുള്ള മുളക് പൊടി. എരിവൊക്കെ നിങ്ങളുടെ കണക്കാണെങ്കിൽ, നമുക്കിതിനൊരു കണക്കൊന്നും പറയാനില്ല. ഒരു 2 വട്ടം വെച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ മുളക് പൊടി ഇട്ടു. മല്ലിപ്പൊടി കുറച്ചിട്ടാൽ മതി കേട്ടോ. പിറ്റേ ദിവസമൊക്കെ ഇരിക്കുന്ന സാധനങ്ങൾക്ക് മല്ലിപ്പൊടി കുറവേ ഇടാവുള്ളൂ. അപ്പോൾ മല്ലിപ്പൊടി ഇട്ടു. അതിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടു. ഗരം മസാല ഞാനാണ് ഇതൊക്കെ വാങ്ങിച്ച് പൊടിപ്പിക്കുകയാണ്. എൻ്റെ മഞ്ഞളും ഓർഗാനിക്കാണ്. ഞാൻ ഈ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം വാങ്ങി പൊടിപ്പിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പുറത്ത് നമ്മുടെ ചിക്കനെ നല്ല വെന്ത് പരുവായി. സത്യം പറഞ്ഞാൽ ഇപ്പോൾ കഴിക്കാൻ പറ്റുന്ന പരുവായി, അത് റോസ്റ്റ് പോലായി. എന്നിട്ട് അപ്പോൾ അതെല്ലാം നല്ല തിരിച്ച് മറിച്ചൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ തക്കാളി ഇട്ടുള്ളിക്കകത്ത് തക്കാളി ഉള്ളി കിടന്ന് വഴണ്ട് വരുന്നുണ്ട്. ഇത് നല്ല രീതിയിലൊന്ന് മയമായി വരുമ്പോൾ, ബ്രൗൺ ഒന്നും അല്ല കേട്ടോ, വഴണ്ട് വരുമ്പോൾ അതിനകത്തിലോട്ട് നമ്മുടെ പൊടികളെല്ലാം ഇടും. ഏതൊക്കെ പൊടി? മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ലാസ്റ്റ് കുരുമുളക് പൊടി ഇട്ടാൽ മതിയേ. എന്നാലേ ആ ഒരു പെപ്പറിൻ്റെ സ്മെല്ല് നമുക്ക് കിട്ടത്തുള്ളൂ. ഇതെല്ലാം കൂടെ ഉണ്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ ഇങ്ങനെ കൂട്ടി വെക്കുക. ഇതിനകത്തിലോട്ട് നമ്മൾ പൊടി ഐറ്റംസ് ഇടും. അപ്പോൾ ഈ പൊടി ഐറ്റംസ് ഇടുമ്പോൾ എപ്പോഴും തീ കുറച്ച് വേണം. ചട്ടിയാണ് ഓൾറെഡി ചൂടുണ്ട്, നന്നായിട്ട് തിളച്ചെടുക്കുക. അപ്പോൾ പൊടിയൊന്നും കരിയരുത്. ഏത് സംഭവത്തിലും നമ്മൾ പൊടിയിടുമ്പോൾ തീ കുറക്കണം. പൊടി ഇട്ടതിന് ശേഷമുള്ള പരുവാണിത്. പൊടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വറുത്തുകൊണ്ടിരിക്കുന്ന ആ ചിക്കൻ ഇതാണ്ടോ, ഞാൻ കുടഞ്ഞിരുന്നാണ്ടോ, അങ്ങനെ കുടഞ്ഞിടും. അപ്പോൾ ഡ്രൈ ആയിട്ട് കിട്ടും, റോസ്റ്റിൻ്റെ പരുവത്തിൽ കിട്ടും. ഇപ്പം നല്ല പാകമായി ശരിക്കും പറഞ്ഞാൽ. എന്നിട്ട് ഈ ഉള്ളി
മസാലയായിട്ട് ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കി നല്ല രീതിയിൽ ഇളക്കി തത്തിപ്പൊത്തി വെക്കണം. എന്നിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പം നമ്മൾ ആ ചിക്കൻ വറുത്ത പാത്രം ഉണ്ടല്ലോ, അതിൽ കുറച്ച് അരപ്പും കാര്യങ്ങളും എല്ലാം കരിഞ്ഞിട്ടില്ല, ഇങ്ങനെ പിടിച്ചിട്ടിരിപ്പുണ്ട്. അതിനകത്ത് ഇത്തിരി വെള്ളം ഒഴിച്ചൊന്ന് ചൂടാക്കണം. ഇപ്പുറത്തെ ഗ്യാസിലോട്ട് ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാക്കിയിട്ട് അപ്പോഴത്തേക്ക് എന്തുവാ ആ അരപ്പെല്ലാം ഒന്ന് ഇളകും ചൂടാകുമ്പം. എന്നിട്ട് ആ വെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കണം. അല്ലാതെ എക്സ്ട്രാ പച്ചവെള്ളം ഒരു കറിക്കും നിങ്ങൾ ഒഴിക്കരുത്. കറിയുടെ ടേസ്റ്റ് തന്നെ മാറും. അത് വെജായിക്കോട്ടെ നോൺ വെജായിക്കോട്ടെ എന്തായിക്കോട്ടെ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ വറുത്ത പാനിനകത്ത് നമ്മൾ തിരിച്ചിടുമ്പോഴത്തേക്ക് എണ്ണയൊക്കെ നമ്മൾ വറുത്ത് തീർന്നു കാണും. അതിൽ ഒരുപാട് എണ്ണ ഒഴിക്കുന്നില്ലല്ലോ. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. കാര്യം എനിക്ക് ഈ എഡിറ്റിംഗ് അത്ര വശമില്ല. അതുകൊണ്ട് സംഭവിക്കുന്ന ഒരു പാകപ്പിഴയാണ്. ഇത് ഞാൻ ആ പൊടിയിടുന്ന സംഭവമൊക്കെയാണ്. അത് മുമ്പ് പറഞ്ഞു. അതാണ് ഈ കാണുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇടുന്നു പറഞ്ഞില്ലേ, ഗരം മസാലയൊക്കെ അതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ എടുത്ത് ഈ പൊടിയെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ഇടണം. അതായത് ഇതിനുള്ള എണ്ണ വേണം, അടി പിടിക്കരുത്. എന്നിട്ട് ഈ ചിക്കനൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട്, അപ്പോൾ ഈ പാത്രത്തിൽ ഇത്തിരി വെള്ളം ഒഴിക്കാൻ ഞാൻ അതിനകത്ത് കാണിക്കുന്നുണ്ട്. അത് എവിടെയാണോ കിടക്കുന്നതെന്ന് എനിക്കറിയില്ല. ആ പാനിനകത്ത് ഇത്തിരി വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് ഇപ്പുറത്ത് ഗ്യാസ് അടുപ്പ് വെച്ചിട്ട് ഈ പാനൊന്ന് തിളയ്ക്കുമ്പോൾ, ആ പാനൊന്ന് ചൂടാകുമ്പോൾ, വെള്ളം ഒന്ന് തിളയ്ക്കുമ്പം ആ വെള്ളം നമ്മുടെ ഈ ചിക്കൻ കറിക്കകത്ത് ഒഴിക്കുക. അത് നമുക്ക് അത്യാവശ്യം ചാറിനുള്ളതുണ്ട്. ആ ചാറ് വേണ്ട ഒരു ശകലം മതിയെങ്കിൽ ആ വെള്ളത്തിൻ്റെ പകുതി ശകലം ഒഴിച്ചാൽ മതി. പക്ഷേ ഒരിക്കലും നിങ്ങൾ പച്ചവെള്ളം ഒഴിക്കുകയേ ചെയ്യരുതേ. വെറും ചൂടുവെള്ളം ഒഴിക്കുന്നതിലും നല്ലതല്ലേ നമ്മൾ ആ വറുത്ത പാത്രത്തിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് ഒഴിക്കുന്നത്. എന്നിട്ട് ഇതിങ്ങനെ ഇരിക്കുമ്പോൾ ഇതിനകത്തിലേക്ക് നിങ്ങൾ ആ വെള്ളം ഒന്ന് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ലതായിട്ട് വേവും ആ വെള്ളത്തിൽ കിടന്ന്. ആ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് വെന്ത് അതിൻ്റെ ചാറൊക്കെ അങ്ങോട്ട് ഇറങ്ങും. ആ ചാറൊക്കെ ഇറങ്ങിയിട്ട് ഒന്നുകൂടെ ഇളക്കി തീ കുറച്ചിട്ട് ഒന്ന് നല്ല രീതിയിൽ ആവി കയറി ഒന്ന് വറ്റി കുറുകി വരുന്നുണ്ടല്ലോ, നല്ല ഒന്നാം തരം ചിക്കൻ കറിയാണ്. നിങ്ങളൊന്ന് വെച്ച് നോക്കണം. എല്ലാവരും ഇങ്ങനെയൊക്കെ ആയിരിക്കും വെക്കുന്നത്. എന്നാലും നമ്മൾ ഈ എണ്ണയിലൊന്ന് വഴറ്റിയിട്ട് വെക്കുന്നതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾ കണ്ടാൽ ആ പാത്രം, അത് കരിവല്ലേ, എൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണ്. അത്ര നല്ല ഫോണല്ല എൻ്റേത്. അപ്പോൾ അതിനകത്ത് അരപ്പെല്ലാം പുരണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് അതിനകത്തൊരു ചോറിട്ട് പുരട്ടി വേണേൽ തിന്നാം. ആ പരുവാണ്. അതിനകത്ത് ഇത്തിരി വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് അതാണ് നമ്മൾ ഈ പുരട്ടി വെച്ചിരിക്കുന്നതിനകത്തിലോട്ട് ഒഴിക്കുന്നത്. അതായത് വെന്ത് ഉള്ളിയൊക്കെ ആയിട്ട് വരണ്ടിരിക്കുന്ന നമ്മുടെ ചിക്കനകത്തിലോട്ട് നമ്മൾ ഈ പാത്രമാണ്. ഇതിങ്ങനെ കാണുമ്പോൾ തോന്നരുത് എൻ്റെ പാത്രവും പഴയതാണ്. പിന്നെ ഇതാണ് പരുവം. ആ വെള്ളം കണ്ടോ, ആ വെള്ളം നമ്മൾ ഒഴിക്കും. ഒഴിച്ചതിന് ശേഷം ഞാൻ ഇച്ചിരി തേങ്ങാക്കൊത്ത്, ഇപ്പോഴത്തെ ഒരു പുതിയ ഇഷ്ടമാണ്. ഇതെല്ലാം ചെയ്തിട്ട് മുകളിലോട്ട് ഇത്തിരി തേങ്ങാക്കൊത്ത് എണ്ണയിൽ മൂപ്പിച്ച് അങ്ങോട്ട് ഇടും. സൂപ്പർ ചിക്കൻ കറി. കപ്പയ്ക്കോ ചക്കയ്ക്കോ പിന്നെ ചപ്പാത്തിക്കോ പുട്ടിനോ ചോറിനോ എന്തിനു വേണേൽ ഉപയോഗിക്കാം. അടിപൊളി. ഒരുപാട് കേടാവുകയില്ല. വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ രാവിലെ പിറ്റേ ദിവസത്തെ കാണാൻ രാവിലെ ഒന്ന് ചൂടാക്കി ഒന്ന് വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നുമില്ല. നമ്മൾ ഈ തേങ്ങാക്കൊത്ത് ഇത്തിരി ഏറെ തേങ്ങാക്കൊത്തൊക്കെ ഞാനിടും. കറിവേപ്പിലയും തേങ്ങാക്കൊത്തും മല്ലിയിലയൊക്കെ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അപ്പം ഇത് നല്ല രീതിയിൽ, പക്ഷേ ഇപ്പോൾ എനിക്ക് മല്ലിയില ഇല്ല കേട്ടോ, അതുകൊണ്ട് കറിവേപ്പില മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പം നമ്മുടെ ഈ വെള്ളം തന്നെ ഇതുപോലെ തിളയ്ക്കുന്നത്, ഇത് പലയിടത്ത് എൻ്റെ വോയിസും വീഡിയോയും തമ്മിൽ പല ഇതായിട്ട് കിടക്കുകയാണ്. മാറ്റാൻ ശ്രമിക്കുക. എനിക്കറിയില്ല ഇതെങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഒന്നാമത് സമയക്കുറവിൽ നമ്മൾ പിടിക്കുന്ന, പിന്നെ വീഡിയോ എല്ലാം കൂടെ ചേർത്തൊക്കെ എഡിറ്റൊക്കെ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ആകുക. ഇതിനെന്തെങ്കിലും പിന്നെ നമുക്ക് വലിയ വ്യൂസൊന്നും ഇല്ലെന്ന്, ആകെപ്പാട് നമ്മളെ അറിയുന്നത് 3-4 പേര് കാണുന്നുള്ളൂ. അപ്പം പിന്നെ നമ്മൾ ആൾക്കാരാരെങ്കിലും കാണുമോ ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അയ്യോ അങ്ങനെയൊക്കെ തോന്നും. ഇതിപ്പോൾ 2-3 പേരൊക്കെ കാണുന്നുള്ളൂ. ആ കാണുന്നവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം പിന്നെ നമ്മൾ സാധാരണ നമ്മുടെ അടുക്കളയിൽ നമ്മൾ ചെയ്യുമ്പോൾ അന്നേരം പിടിക്കുകയല്ലേ, ഒരു മുൻകൂട്ടിയൊന്നും പ്ലാൻഡൊന്നും അല്ല. എന്താണോ ചെയ്യുന്നത്, ഒരു മെഴുക്കുവരട്ടി വെച്ചാൽ അത്, ഒരു മുളക് ചമ്മന്തി അരച്ചാൽ അത്, ഒരു തോരൻ വെച്ചാൽ അത്, അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ ഇതിനായിട്ട് പാചകത്തിനായിട്ട് ഒന്നും ഒരു കാര്യങ്ങളുമില്ല. നമ്മുടെ വീട്ടിൽ വെക്കുന്ന കഞ്ഞിയും കറിയും എന്തെങ്കിലും വീഡിയോ ഒക്കെ ഇടാനുള്ള ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് ഇതിപ്പോൾ തന്നെ എത്ര പ്രാവശ്യം വന്നു ഈ പിന്നെ തേങ്ങാക്കൊത്ത് വഴറ്റുന്നത്. എനിക്ക് തന്നെ കണ്ടിട്ട് ദേഷ്യം വരുന്നത്. അപ്പോൾ കാണുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും. അപ്പോൾ സംഭവം ഇതാണ് കേട്ടോ. ഇത്രയും കൂടെ നിങ്ങൾ ചെയ്തിട്ട് ഇത് നല്ല രീതിയിൽ വന്നപ്പോൾ പച്ചവെള്ളം ഞാൻ പറഞ്ഞില്ലേ ഒഴിക്കരുത്. ഈ വെള്ളം ചൂടാക്കി ഇങ്ങനെ നിങ്ങൾ ഒഴിച്ചിട്ടൊന്ന് ചെയ്ത് നോക്ക്. ഒരുപാട് എണ്ണ ചിലവൊന്നും ഇല്ലെന്നേ, ഒരുപാട് എണ്ണ ചിലവൊന്നും ഇതിന് വരില്ല.